ചെയ്യാൻ പോകുന്നത് നമ്മൾ കപ്പ കിട്ടില്ല. ആദ്യത്തെ കപ്പ ചാക്കിൽ നട്ട കപ്പക്ക് രണ്ടാമത്തെ പണി ഇട്ട് കൊടുക്കാം. അങ്ങനെ വന്ന് ചാണ് എല്ലാം അങ്ങനെ കുറേ ചാണ് പോയി അതിൽ കുറച്ച് വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വളവും കാടുമെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പോകുന്നത്. ഇത് പോട്ടി മിശ്രിതം ആക്കി വെച്ചതാണ്. ഇതിൽ ഞാൻ ഒരു ലേശം മണ്ണും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെച്ചാൽ ഒരു 2 പിടി വരെ മണ്ണിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറം അത് നല്ലതാവും. കൃഷി ഓഫീസർ വന്നേരം പറഞ്ഞു കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തേന്ന്. ഇത് ആട്ടുംവളമാണേ. ഇത് ആട്ടുംവളം കണ്ട, ആട്ടുംവളം. പിന്നെ കുറച്ച് എല്ലുപൊടി ഇത് ഉണ്ടല്ലേ, അത് എല്ലുപൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തേലും കഴിഞ്ഞിട്ടുണ്ടാവില്ല, എന്നിട്ടാണ് ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേപ്പും പിണ്ണ. ഇത് ചാരം ഉണ്ടാ, ഇത് ചാരം. കുറച്ച് ചാരം നല്ലതാണ്, എല്ലാറ്റിനും ചാരം നല്ലതാണ്. കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് വേപ്പും പിണ്ണാക്കാം അല്ലേ, കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. അത്രേ ഇടാനില്ലു. അതിന് കുറച്ച് ആദ്യം കൂട്ടി ആക്കിയതാണ്. എന്നാലും ഇതെല്ലാം കൂടി ചകിരിച്ചോറും എല്ലാം എല്ലാം കൂടി ഇതിട്ടിട്ട് കുറേശ്ശെ അതിന് ഇട്ട് കൊടുക്കട്ടെ. ഈ തോലും കാടും ഇട്ട് അതിൻ്റെ മേലെ കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ. ഇതിനിപ്പോൾ ഇത് ഇളക്കണം. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. ഇത് എല്ലാം കൂടി ഇട്ട് ഇത് വേപ്പും പിണ്ണാക്ക്, ആട്ടും വളം, പിന്നെ ചാരം, ചകിരിച്ചോറും, കുറച്ച് മണ്ണും, ഒരു പിടി പോലെ മണ്ണും. അത്രേ ഇട്ടില്ല, ലേശം ഒരു നല്ലതാണെന്നില്ല മണ്ണുണ്ടായാൽ എന്ന് പറഞ്ഞാണ്. അതിൻ്റെ മേലെ കായ് ഉണ്ടാകുന്ന നമുക്ക് ലേശം അത് ഇട്ട് കൊടുത്ത് നോക്കട്ടെ എന്താന്ന് നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ആടെ ഇട്ട് കാണിച്ചു കൊടുക്കാം, ആടെ തരാം. ഇത് മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ആ കപ്പക്ക് ആദ്യം ഇട്ട് കൊടുക്കേ. കുറച്ച് ചീമ കൊഞ്ഞെടുക്കട്ടെ. കുറച്ച് ചീമക്കൊഞ്ഞ് അവിടെ കാടുണ്ട്, ഞാൻ അവിടെ കൊണ്ടിട്ട് ആ കപ്പക്കാണ് കൊടുക്കുന്നത്. അവിടെയുള്ള കപ്പക്ക് കണ്ടാ, ആ കപ്പക്ക് കുറച്ച് കൊടുക്കട്ടെ. ഇതെടുത്തിട്ട് ആ കപ്പക്ക് ഇട്ടു. കേട്ടില്ലേ, ഇതെല്ലാം കൂടി ഈ കപ്പക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതെല്ലാം താണു പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമത് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇത് വളമായി വരുമല്ലേ ചെയ്യുക. അതിൻ്റെ മേലെ കുറച്ചും കൂടി നമ്മൾ ഇട്ട് കൊടുത്താൽ അവർക്ക് നല്ലൊരു വളമായി നല്ല ഉഷാറായിട്ട് കാണുന്നില്ല, ചിരിക്കും. നമ്മൾ ഇന്നിപ്പോൾ കൊടുത്ത് 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളോട് ചിരിക്കാൻ തുടങ്ങും. തന്നില്ലേ, കിട്ടിയില്ലേ. ഇതിപ്പോൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഇവർക്ക് നല്ല സന്തോഷമായി, തലയെടുത്ത് നോക്കുകയല്ലോ തുടങ്ങി. തലയെടുത്ത് നോക്കുന്നുണ്ട്. എന്നാൽ എനക്ക് വരുന്നുണ്ടോ പശുക്കൾ. നമ്മളിപ്പോൾ തീറ്റി കൊണ്ടുപോകുമ്പോൾ നോക്കുമ്പോൾ ഇവരും നോക്കുന്നുണ്ട്. ഇവർക്ക് ഞാനിങ്ങനെ ഏത് ഭാഗത്താണ് പോകുന്നത് നോക്കിയിട്ട് ഇങ്ങനെ തലയാട്ടില്ല പണി. അതേപോലെ ഇവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ എന്നെ സന്തോഷിപ്പിക്കുന്നുമുണ്ട്. വേണ്ടുന്നത്ര എന്ത് വേണം വെച്ചാൽ അവർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതും കൂടി പോട്ടി മിശ്രിതം കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു വളമാണ്. ഇത് ഇങ്ങ് ഓടാൻ വേണ്ടിയിട്ടാണ്, കിഴങ്ങ് വെള്ളം വെക്കാൻ വേണ്ടിയിട്ടും എല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഈ 2 വട്ടം പണിയെടുത്ത് കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഉണ്ടല്ലേ, ഇതേപോലെ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇതേപോലെ തന്നെ ആടി 4 ആടിയുണ്ട്, അതിനും കൂടി കൊടുക്കാം. ഇങ്ങനത്തിനൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവർക്ക് കൊടുക്കട്ടെ. കുറച്ച് ഇവരുണ്ട്. നമുക്ക് കിട്ടൂലേ എന്നുള്ളൊരു പേടി ഉണ്ടാവും ഇവർക്ക്. എല്ലാവർക്കും കൊടുക്കും. എന്താ, എല്ലാവർക്കും പേടി ഉണ്ടാവും. എനക്കെന്താ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും എല്ലാവർക്കും. ആർക്കാ കൊടുക്കുന്നത്, എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പേടി ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് ആദ്യം കൊടുക്കട്ടെ, എന്നാൽ മാത്രമേ അവർക്ക് സന്തോഷമാവുള്ളൂ. കാട് വായിക്കിയിട്ട്
ഞാൻ ആ അസോള കുഴിയിലിട്ട് വെച്ചതാ. വെച്ചാൽ എന്നാൽ ഓ ഇത് വല്ലാതെ ഇതെല്ലാം മുള്ളു ഇതെല്ലാം കൂടി വാരിയിട്ടത് തെറ്റായിപ്പോയി. കണ്ട കൈക്കെല്ലാം തറക്കും. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതിലിട്ട് കൊടുക്കട്ടെ. ആദ്യത്തെ പോലെ ഇടാൻ ഏലുണ്ടാവില്ല കാടിന്, മറ്റേത് സാരമില്ല. കാടിങ്ങനെ അമർത്ത് വെക്കണ്ടെങ്കിൽ പണിയുണ്ട്. പക്ഷേ ഇതിൻ്റെ മെരടിന് തട്ടിപ്പോയാലേ ഇവർ ഉണങ്ങിക്കളി. അതുകൊണ്ട് സാവധാനത്തിൽ കുറേശ്ശെ ഇട്ടുവിടും. ഇനിയിപ്പോൾ ഈ ഭാഗത്തുണ്ട് ഈ ചാക്കെല്ലാം പഴയതായിനി, കീറിപ്പോന്നറിയില്ല. ഇക്കെല്ലാം കൂടി അത്തിട്ട് വെച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ആക്കിയതാണ്. ചാക്കും വേണ്ടേ, നല്ല ചാക്ക്. ഇനി ഇടുന്നേടി അനക്കാൻ കഴിയില്ല, ഇതേപോലെ തന്നെ വെക്കാം. ഉണ്ടല്ലേ, ഇതേപോലെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് സീമക്കൊന്നയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഈ സീമക്കൊന്നയാണ് നമ്മളെ കൂട്ടത്തിൽ വെച്ച് രാജാവ്. ഈ പച്ചക്കറി കൃഷിക്ക് എല്ലാത്തിനും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ സീമക്കൊന്നയാണ്. ഏറ്റവും ഗുണകരമായ സാധനവും സീമക്കൊന്നയാണ്. എൻ്റെ കൃഷീൻ്റെ വിജയവും സീമക്കൊന്നയാണ്. അതുകൊണ്ട് ഇത് വേണ്ടല്ലോ. ഇത് ഞാനിപ്പോൾ സീമക്കൊന്ന ഇട്ടു. ഇപ്പോൾ കുറച്ചും കൂടി ഈ ഭാഗത്തെ കൂടി ഇടട്ടെ. ഇത് ഇവിടെയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇതും കൂടി ഇട്ടു, വേണ്ട ഇതില്ലേ, ഇതേപോലെ എല്ലാം ഇട്ട് കൊടുക്കുക. 4 പുറം ചുറ്റിലിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് വാരിയിട്ട് അടിയിട്ട് കൊടുക്കുക. ഇത് കണ്ടല്ലോ, ഇതേപോലെ ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കുക. എന്നാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ആദ്യം ഇവർ മുമ്പത്തെ പോലെ ആക്കും. ഇതേപോലെ ഇട്ട് കൊടുക്കണം. ആരും ഇങ്ങനെ മടിക്കൂ. ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും വിചാരം വെച്ചാൽ അവർക്ക് നട്ട് കഴിഞ്ഞാൽ ആയി എന്നാണ്. ഒന്നുമല്ല, ഇനി ഒരുപാട് പണിയെടുത്തെങ്കിൽ മാത്രമേ, നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇന്ന് നമുക്ക് വിളവ് കിട്ടൂലൂ, അല്ലെങ്കിൽ വിളവൊന്നും കിട്ടൂല. അതുകൊണ്ട് ആരും വിചാരിക്കേണ്ട എനിക്ക് നട്ടു കൊടുത്താൽ മതി ചാക്കിലാകുമ്പം, അതെല്ലാം വെറുതെ പറയലാ. ചാക്കിൽ വെറുങ്ങനെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ. അവിടെ നട്ടു കൊടുത്താൽ ഒരു കഷ്ണം കിട്ടിയെങ്കിലായി, അത്രേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും, എത്ര വേണമെങ്കിലും നമുക്കുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ മറ്റേന് ഇട്ടെ. അപ്പോൾ അതിനും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇനി കുറച്ച് കരിയിൽ ഇട്ടിനി, എന്നാലും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടാ. കണ്ടില്ലേ, ഇയാളും എത്തി നോക്കാൻ പോന്നേ ഉള്ളൂ. ഇത് വയ്യ നട്ടതാണ്. അതിനിപ്പം വേഗം കൊടുത്താലേ അത് നന്നാവൂല. എല്ലാവർക്കും ഭക്ഷണമല്ലേ വലുത്. നമ്മളിപ്പം ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുന്നത് അതുപോലെ ഇവർക്കും കൊടുക്കണം. ഇവർക്കും കൊടുത്താൽ മാത്രമേ ഇവരും എണീറ്റ് വരൂലൂ. അല്ലെങ്കിൽ ഇവർക്ക് ദേഷ്യം വന്ന് ഇവർ പണി വരുന്നു. എന്നുവെച്ചാൽ എന്താ, അവർക്ക് നമുക്ക് മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൊരു ധാരണ അവർക്കും ഉണ്ടാവുമല്ലോ. നമ്മൾ തിന്നാൻ വേണ്ടിയില്ല നമ്മൾ ഈ പണിയെടുക്കുന്നത്. അന്നേരം അവർക്ക് നല്ലപോലെ കൊടുക്കണം. അതാണ് അവർ കാണുന്ന കാഴ്ചപ്പാട്. ഇനിയിപ്പോൾ സീമക്കൊന്ന വെക്കട്ടെ. സീമക്കൊന്നും കൂടി വെച്ച് കൊടുക്കട്ടെ. ഇതെല്ലാം അവിഞ്ഞ് പാകമായാലും മാത്രമേ നമുക്ക് വിളവ് കിട്ടൂലൂ, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടൂല. ഞാനും നട്ടിന് ചാക്കിൽ നട്ടൊന്നും കാര്യമില്ല. ഞാനും നട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നട്ടാൽ പോരാ, അതിന് വേണ്ടുന്ന എല്ലാ പണികളും കൊടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ അനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. നമുക്ക് ഒരു കിഴങ്ങ് നട്ടാൽ അതിൻ്റെ കിഴങ്ങ് നമുക്ക് കളച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. പക്ഷെ അതിനെന്നാ വേണ്ടേ, നമ്മൾ ഇവർക്ക് വേണ്ടുന്ന ആഹാരങ്ങളെല്ലാം കൊടുക്കണം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് എന്താ തോന്നുന്നു, ഇവർ ഉണങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ആ ചപ്പ് പറിച്ച് കളയണം,
ഇവരെല്ലാം നോക്കണം, അല്ലെങ്കിൽ ഇവർക്കുണ്ടല്ലോ ഇവർ പണി മുടക്കും. ഇവർ പണി മുടക്കിയാൽ പിന്നെ നമുക്ക് ഒന്നും ഉണ്ടാവില്ല, കിഴങ്ങുണ്ടാവില്ല. ഇവർ നല്ലോണം പണിയെടുത്തെങ്കിലല്ലേ നമുക്ക് കിഴങ്ങ് കിട്ടൂലൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവർക്ക് നല്ലപോലെ കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഇതെല്ലാം കൊടുക്കുക. എന്നാൽ അവരും നമ്മൾ സ്നേഹിക്കും. നമ്മൾ കൃഷിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളവരെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ വളരുന്നേനെ നമുക്കൊരു ഉണർവുണ്ടാവും, അവർക്കും ഉണ്ടാവും. എന്നെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള. ഇങ്ങനെയാണ് ഞാൻ രണ്ടാമത്തെ പണിയെടുക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ തന്നെ കൊടുക്കണം. ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്നത് വെറുതെ ആവില്ല, പാഴാവില്ല. ഇല്ല, നമ്മൾ പണിയെടുക്കുന്നത് പാഴാവാണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ കൊടുക്കണം. കൂടുതൽ ഇടാൻ കഴിഞ്ഞില്ല എനിക്ക്, അതുകൊണ്ട് ഇതുപോലെ മാത്രം കുറച്ചേ ഇട്ടിട്ടില്ല. ഇപ്പം അത് കുറച്ചും കൂടി വളരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഒരിക്കലും കൂടി നമ്മളിതിന് പണിയെടുത്ത് കൊടുത്താൽ മതിയാവും. എന്നാൽ മാത്രമേ നമുക്കിത് ശരിയാവൂലൂ. ഉണ്ടല്ലേ, ഇതെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് ആക്കിയിട്ട് വേണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആദ്യം ഇത് നല്ല പാകത്തിന് വന്നേരെല്ലാം ലെവലാക്കി തട്ടി ലെവലാക്കി ആദ്യം ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പോട്ടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കപ്പക്ക് രണ്ടാമത്തെ പണിയെടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതേപോലെ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങൾ കൃഷി ചെയ്യുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോ കാണുക. സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും. ഹൈപ്പും അടിക്കുക. എല്ലാവരും പിന്നെ കമൻറ്റ്, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. എന്നിട്ട് പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള ഇത്. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.